ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ. കുറച്ച് പഠന പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിലെ ക്ലാസ് 3യുടെ. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം ഇത് ആക്ടിവിറ്റീസ് ആണ്. ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. റൈമിംഗ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ താഴത്തെ ബലൂണിൻ്റെ താഴത്തെ എഴുതിയിരിക്കുന്നതിൽ റൈമിംഗ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം സെയിം കളേഴ്സ് നിങ്ങളോട് പെയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന് മുമ്പ് എന്താ റൈമിംഗ് വേർഡ് നോക്കിക്കേ. ടീച്ചർ ഒരു പാട്ട് പാടാൻ കേട്ടിരുന്നു കേട്ടോ. ഉണക്ക മുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നോക്കിയ തേങ്ങ കൊത്തന്ന് കോരിക്ക വെറ്റിലെ പാക്കും ചവയ്ക്ക. ഇതിലെല്ലാം അവസാനം ക്യാ 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 എന്നുള്ള സൗണ്ടിൽ വന്നത് അതാണ് റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞത്. സെയിം സൗണ്ടിൽ വരുന്ന അവസാനിക്കുന്ന വേർഡ്സിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിലേതായിരിക്കും സെയിം സൗണ്ട് വരുന്നത്? നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം ഒരേപോലെ സൗണ്ട് വരുന്നതാണെന്നല്ലേ. അപ്പോൾ ആദ്യത്തെ ബലൂണിന് ഗ്രീൻ കളർ അടിച്ചേക്കുന്ന ബലൂൺ നോക്കിക്കേ, ഫ്രോൺ എന്ന് എഴുതിയേക്കുന്നത് ഫ്രോൺ. അതിൻ്റെ സൗണ്ട് ഏതായിരിക്കും താഴെ വരുന്നതിൽ? അണ്ടർസ്റ്റാൻഡ് ആണോ, ഡൗൺ ആണോ, ഗോൾഡ് ആണോ? അതെ അല്ലേ, ഫ്രോൺ ഡൗൺ സെയിം സൗണ്ടിൽ വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ബലൂണിന് ഗ്രീൻ കളർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ഏതായിരിക്കും മേളത്തിൽ? ഹോൾഡ് ആണോ, ഹാൻഡ് ആണോ? അതെ, ഹാൻഡ് ആണ് കേട്ടോ, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്തതോ ഹോൾഡ്, ഗോൾഡ്. അപ്പോൾ സെയിം കളർ നിങ്ങൾ അടിക്കുമല്ലോ, ദേ ഇതുപോലെ കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. നമുക്ക് ചില ക്ലൂസൊക്കെ ഒരു ബോക്സിനകത്ത് ഇട്ട് വച്ചിട്ടുണ്ട്. അത് വച്ച് നമ്മൾ എന്ത് ചെയ്യണം? പോയം ഫില്ല് ചെയ്യണം, വരികൾ കൂട്ടിച്ചേർക്കണം. ഇവിടെ ടീച്ചർ വരികൾ കൂട്ടിച്ചേർത്തിടാം. അപ്പം നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. മാത്രമല്ല കൂടുതൽ വരികൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണേ. ഇതിൽ നോക്കി ഏതൊക്കെ വരികൾ ടീച്ചർ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന്, ചേർക്കാത്ത വരികൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ ക്ലൂ തന്നിട്ടുണ്ട്. അത് വച്ചിട്ട് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജിലെ വർക്ക് നോക്കാം. അടുത്ത ആക്ടിവിറ്റി 3 നോക്കിക്കേ. ഇത് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ, നമുക്ക് എഴുതാനൊന്നല്ല, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്നത്? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ ഫാദർ അല്ലേ, അച്ഛൻ ചെയ്യുന്നത്? നമ്മുടെ സാഷയുടെ അമ്മയും അച്ഛനും പല ജോലികളൊക്കെ ചെയ്യുന്നത് പറഞ്ഞായിരുന്നു അല്ലേ, അതനുസരിച്ചാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ, പേരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ അടുക്കള ജോലിയിലൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പണികളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ അല്ലേ. അല്ലേ, നമ്മൾ ടീച്ചർ പോയി പറയുവാണെങ്കിൽ ടീച്ചർ വീട്ടിൽ പാത്രമൊക്കെ കഴുകും, കറിയൊക്കെ വയ്ക്കും, അടിച്ചൊക്കെ വാരും. അതുപോലെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ, കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്യുക, ടീച്ചർമാരായിട്ട് ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 നോക്കിക്കേ. റൈറ്റ് സാഷാസ് തോട്ട്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റൺ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? ഉണ്ണിയപ്പം കൊടുത്തിട്ട് നമ്മുടെ സാക്ഷയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ ആ കുട്ടി പോയല്ലേ, കവിത ഓടിപ്പോയി സ്കൂളിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ സാഷയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കും നിങ്ങളോടത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഹൂ വിൽ ദാറ്റ് ചൈൽഡ് ബി? ആരാണ് കുട്ടി? വെൻ ഐ ഗേവ് ഹെർ ഉണ്ണിയപ്പം, ഞാൻ അവൾക്ക് ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ഡിഡ് ഷീ അക്സെപ്റ്റ് ഇറ്റ്? ബിക്കോസ് അവളത് വാങ്ങിച്ചില്ല, സ്വീകരിച്ചില്ല. കാരണം എന്താ? ഷീ ഡിഡ്ന്റ് ലൈക്ക് മീ ഓർ ഷീ വാസ് സ്കേർഡ് വെൻ ഷീ സോ എവ്രി വൺ. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അതോ എല്ലാവരെയും കണ്ടിട്ട് പേടിച്ചിട്ടാണോ ഇനി? ആൻഡ് ഹെർ ഫാദർ ആൻഡ് മദർ ടോൾഡ് ഹെർ നോട്ട് ടു ടേക്ക് ഫുഡ് ഫ്രം എവ്രി വൺ. അവളുടെ അച്ഛനും അമ്മയും വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ഇഫ് ദേ വിൽ കം, ഇനി അവൾ വരുമായിരിക്കും അല്ലേ എന്നൊക്കെയാണ് നമ്മുടെ സാഷക്കുട്ടിയുടെ മനസ്സിൽ പോയിരിക്കുന്ന ചിന്തകൾ. നെക്സ്റ്റ് പേജിലെ ആക്ടിവിറ്റി 5. സാഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. കവിതനെ കണ്ടതിന് ശേഷം നബീനും സാഷയും കൂടെയും കൂടിയിട്ട് ടീച്ചറെ കാണാൻ വന്നു അല്ലേ. എന്താണ് ഫസ്റ്റ് ഡയലോഗ് നോക്കിക്കേ. ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ഞങ്ങൾ പോണ വഴിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു. ബാക്കി എന്തായിരിക്കും നോക്കാം.
ഹൂ ഈസ് ദാറ്റ് ഗേൾ? ആരാണ് ആ കുട്ടി? ഹർ നെയിം ഈസ് കവിത. ഷീ ഡസൻ സ്റ്റഡി ഇൻ സ്കൂൾ ലൈക്ക് അസ്. ഞങ്ങളെപ്പോലെ അവൾ പഠിക്കുന്നില്ല. അവളുടെ പേര് കവിത എന്നാണ്. ക്യാൻ യു ആസ്ക് കവിത ടു മീറ്റ് മീ? ഓക്കെ ടീച്ചർ. അല്ലേ? അപ്പോൾ നമ്മുടെ കവിതയുടെ കാര്യം ടീച്ചർ പറഞ്ഞു വിടുകയാണ്. ടീച്ചറെ കാണാൻ വരാൻ പറ്റുമോ എന്ന് നമ്മുടെ സാഷേനോട് പറഞ്ഞു വിടുകയാണ് അല്ലേ? അപ്പോൾ സാഷ ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാഷയുടെ ചാപ്റ്ററിലെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസായിട്ട് അടുത്ത ഡേയ്സിൽ കാണാം. ബൈ ബൈ.